ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഇത് 1 kg വെയിറ്റ് വരുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഓവൻ ഇല്ലാതെയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളുപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. മൂന്ന് തവണയെങ്കിലും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഡ്രൈ ആയിട്ടുള്ള മറ്റൊരു ബൗൾ എടുക്കാം. ഇനി ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറുള്ള മുട്ട വേണം കേട്ടോ എടുക്കാനായിട്ട്. ഫ്രിഡ്ജിലിരിക്കണമെങ്കിൽ 1 മണിക്കൂറിന് മുമ്പ് നമ്മളിത് പുറത്തെടുത്ത് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ബട്ടർ എസൻസും ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ്. അതിനുശേഷം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞ് വരട്ടെ. ഇപ്പോൾ മുട്ട നല്ലപോലെ പതഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത്. 1 മിനിറ്റ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാടിട്ട് കുത്തി ഇളക്കാതെ ഇതുപോലെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് വിസ്ക് ഒന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എവിടെയെങ്കിലും മിക്സ് ആകാതെ കിടക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സായി കിട്ടും. ഇപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിൽ ഓയിലൊക്കെ തടവി ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തൊരു പാനിൽ ഒരു റിങ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. കണ്ടോ, ഒട്ടും പറ്റി പിടിച്ചിട്ടില്ല. ഇത് കറക്റ്റ് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുത്തതിന് ശേഷം ചൂടാറാനായിട്ട് വെക്കാം. കേക്ക് തണുത്തതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്നും പുറത്തേക്ക് എടുത്തതാണ്. നല്ല ഹൈറ്റുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.25 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ച പഞ്ചസാര വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്.
എന്നിട്ട് നന്നായിട്ട് സ്റ്റിഫായി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം നല്ലപോലെ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. കേക്ക് ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ ലെയർ കേക്ക് വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് എല്ലായിടത്തും നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ക്രീം വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അതിന് മുകളിലായിട്ട് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ക്രീം തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലും സൈഡിലും കുറച്ച് ക്രീം തേച്ചിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇത് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതുപോലെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതുപോലെ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് നടുക്കായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.